ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ എനിക്കും എൻ്റെ ഫാമിലിക്കും സുഖമാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊക്കെ സംസാരിക്കാൻ വിളിച്ചു. വളരെ പ്രയാസത്തോടെയും വിഷമത്തോടെയൊക്കെ പോകുന്ന നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് മേലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കും രക്ഷപ്പെടാം എന്നതിലാണ് ഞാൻ യൂട്യൂബിൽ വന്നിട്ടുള്ളത്. അപ്പം പല രീതിയിലും വീഡിയോസ് ഇട്ട് നോക്കി. കിച്ചൺ ബ്ലോഗായിട്ടും മോട്ടിവേഷൻ പോലെ സംസാരിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ഇടാറുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോ കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നല്ല ഫ്രണ്ട്സ് നമുക്ക് സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. വിശ്വാസമുള്ള കാര്യമാണ്, വ്യക്തമായ കാര്യമാണ്. നമ്മളെ ഒന്ന് കാണാതായാലും നമ്മളെ അന്വേഷിക്കുന്ന ഒരുപാട് നല്ല ഫ്രണ്ട്സ്. അവരോടെല്ലാം തുടക്കത്തിൽ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ട് ഒരു ഗ്യാങ് പോലെ ഗ്രൂപ്പ് പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ചിലരെ ഞാൻ ഈ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പം അവരോടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും എല്ലാം ദ്രോഹിക്കാതിരിക്കുക. ഞാൻ എങ്ങനെയെങ്കിലും ഒരു സൈഡ് കൂടെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. എൻ്റെ അവസ്ഥ എന്താണെന്നോ എൻ്റെ കാര്യങ്ങൾ എന്താണെന്നോ എനിക്ക് അറിയുന്നവൻ ഒരുവനുണ്ടല്ലോ, അവരെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ. ഇങ്ങനെയുള്ള നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് പോലെ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ ഒരു എഡിറ്റിങ്ങോ ഇതൊന്നും കൂടാതെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എനിക്കിഷ്ടമുള്ള കാര്യം. പക്ഷേ ഹസ്ബൻഡ് പറയും അത് മറ്റുള്ളവർ എന്താ വിചാരിക്കുക, എന്താ കരുതുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ്, ഹസ്ബൻഡിൻ്റെ വാക്ക് മാനിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ലൈഫ് നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കാറ്. ഹസ്ബൻഡല്ലേ പറയുന്നത്, നമ്മൾ ഹസ്ബൻഡിൻ്റെ വാക്കിനെ നമ്മൾ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഈ കുത്തി നോവിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, നമുക്കും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട്. നിങ്ങൾ ഗ്രൂപ്പായിട്ടോ ഗ്രൂപ്പീസായിട്ടോ അല്ലെങ്കിൽ ഗ്യാങ്ങായിട്ടോ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചോ അതിലൊന്നും എനിക്കൊരു പ്രയാസവും വിഷമവുമില്ല. വരുന്നവർ വരണം. ഇപ്പോൾ എനിക്ക് ചുരുക്കി പറഞ്ഞാൽ ഒന്ന് ലൈവ് ഇടാനോ നിങ്ങളായിട്ട് സംസാരിക്കാനോ ഒന്നിനും മനസ്സിൽ ഒന്നിനൊരു മൂടില്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോകും. സ്ഥിരമായിട്ട് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആദ്യമൊക്കെ ഫേസ് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു, ഫേസ് ഇല്ലാതെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലും എനിക്ക് ഇപ്പോൾ അങ്ങനെ വരാനും പറ്റാത്തൊരവസ്ഥ. ഒരാൾ കാരണം എൻ്റെ ലൈവിൽ വരുന്ന ഒരുപാട് പേര് അവിടെ വരാതായി. ഒരൊറ്റ ഒരാൾ കാരണം. പക്ഷേ ഞാൻ അയാളുടെ പേര് പറയില്ല. അയാൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ അത് ആ നേട്ടം കൊണ്ട് അയാൾ ജീവിതത്തിൽ സന്തോഷിക്കട്ടെ. സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആരും ദ്രോഹിക്കാതിരിക്കുക മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മനസ്സില്ല എന്ന് തന്നെയാണ് സത്യം.
പകർക്കുക, എന്നിട്ട് അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. നിങ്ങളെ പറയാനില്ല. എന്നാലും ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കാരണം നമ്മുടെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് നിന്ന മനുഷ്യർ, അവർക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ നല്ല രീതിക്ക് വരാറുണ്ടായിരുന്നു. പക്ഷെ ആ ഒറ്റൊരാൾ വരാത്ത ഒരുപാട് പേര് വരാതായിരുന്നു. പക്ഷെ എന്ന് വെച്ചിട്ട് അതുകൊണ്ടല്ലാട്ടോ ഞാൻ ലൈവ് നടത്തിയത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ മാനസികമായിട്ട് പ്രയാസത്തിലാണ്. നിങ്ങളുടെ മുന്നിൽ സംസാരിക്കണം, പക്ഷെ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടു പോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടില്ല എന്നല്ല കേട്ടോ. പക്ഷെ എല്ലാവരും ഇപ്പം അങ്ങനെ ആവണമെന്ന് നമുക്ക് വാശി പിടിക്കാനും പറ്റൂലല്ലോ. എന്താണ് നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് തോന്നുന്നത്? റെന്റ് കൊടുക്കാനെങ്കിലും ഈ യൂട്യൂബിൽ ഒരു വരുമാനം കിട്ടുവാണെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ വന്നത്. അല്ലാതെ ഞാൻ വലുതായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നിത്യവൃത്തിക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് വളരെ ഉപകാരമാണ് ഈ ഒരു സിറ്റുവേഷൻ. നിങ്ങളെല്ലാവരും എന്നെ പഴയതുപോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണവർ ചെയ്യാം. എൻ്റെ വീഡിയോ കണ്ടിട്ട്, വീഡിയോ ഷോർട്സ് ലൈവൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തോന്നുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്യണം, നന്നായിട്ട് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേര്. അവരോടൊക്കെ 1000 താങ്ക്സ്. പിന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാട് കേട്ടോ. എന്ത് പറയണമെന്നറിയില്ല. എങ്ങനെയും ഒന്ന് യൂട്യൂബ് മാമൻ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം തരുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും There's not much to do when all I can is thinking about you. Not doing well, don't know where you are, 'cause you're not here. എങ്ങനെ ജീവിതം It's been way too long. If I could lay down beside you, I would. When nothing really matters, that's all I wanna do. I hope that you are safe and that I will see you soon. If I could lay down beside you, I would. I would. We talk on the phone every night. Love to hear your voice. Not sleeping well, and I know that you're right, but you should know it. You've been gone for way too long now. If I could lay down beside you, I would. When nothing really matters, that's all I wanna do. I hope that you are safe and that I will see you soon. If I could lay down beside you, I would. Even if you're gone, I won't forget you. All I know, what I need, and that ain't changing. Even if you're gone, I will remember you. All I know, what I need, and that ain't changing. If I could lay down beside you, I would. When nothing really matters, that's all I wanna do. I hope that you are safe and that I will see you soon. If I could lay down beside you,
I would